ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്നുള്ളത് കോലാലംപൂർ ബേർഡ്സ് പാർക്കിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് ആകെ രണ്ട് ആക്ടിവിറ്റീസ് ഉള്ളൂ. ഒന്ന് ബേർഡ് പാർക്കും ഒന്ന് അക്വാട്ടിക് പാർക്കും. അപ്പോൾ നമ്മളങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഇന്നത്തോടുകൂടി നമ്മൾ ഒരുവിധം കഴിഞ്ഞു. നാളെ 12 മണിക്ക് ചെക്കൗട്ടാണ്. മാത്രമല്ല നാളെ നോമ്പാണ്. അപ്പോൾ നോമ്പെടുത്തിട്ട് വേണം നാട്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ലെറ്റ്സ് സീ. എന്താ വിശേഷം ചോദിച്ചോക്കി. പറഞ്ഞിട്ട് അനു തിരിഞ്ഞിരുന്നോ? തൊടാൻ പറ്റുമോ? വേണ്ട, പണ്ടാലും ചിലപ്പോ തിരിഞ്ഞു. നമുക്ക് പേടിയാണെങ്കിൽ ഇപ്പൊ മുന്നിപ്പോ ഞങ്ങളുടെ കൂടെ ഒരു വാക്കിന് വരുന്നോ? നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് തോന്നുന്നു 90% പീക്കോക്കാണ് ഉണ്ടാവുന്നത്. പിന്നെ ഫ്ലെമിംഗോസ് ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്, ഈഗിൾ ഉണ്ട്, ഔളുണ്ട്. അങ്ങനെ കണ്ടതും കാണാത്തതായിട്ട് കുറേ പക്ഷികൾ ഇവിടെ ഉണ്ട്. ഓസ്ട്രിച്ച് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ടൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് അക്വാട്ടിക് പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെയും ഇതേപോലെ കണ്ടതും കാണാത്തതുമായി കുറേ മീനുകളെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ശരി, അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയേക്കാണ്. അത് For masks at all times for your own safety. Proceed to the next area if your area is crowded. Please do not knock on the glass.
ഗൈസ് അതാണ് നമ്മുടെ അക്വാട്ടിക് പാർക്ക്. ഉള്ളിൽ ഭയങ്കര ആളും ബഹളും, പിന്നെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ കണ്ടതും കാണാത്തതുമായ പലതരം സ്പീഷീസ് ഓഫ് എന്താ പറയുക അക്വാട്ടിക് ലൈഫ്, പേരറിയണതും പേരറിയാത്തതായിട്ട് കുറേ മീനുകളും ഇതൊന്നും മാത്രമല്ല, പാമ്പുണ്ട്, മറ്റേ ഞണ്ടുണ്ട്, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. പേര് ഇപ്പോൾ പറഞ്ഞ ഓർമ്മ കിട്ടില്ല, അങ്ങനത്തെ പല ഐറ്റംസും ഉണ്ട്. എന്തായാലും ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോ എന്താ പറയുക ലൈഫ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യണം. സിദ്ദീഖ് എങ്ങനെയുണ്ട് ഈ രണ്ടും, ബേർഡ് പാർക്കും അക്വാട്ടിക് എക്സ്പീരിയൻസും? ബേർഡ് പാർക്ക് എനിക്ക് വലിയ ഇഷ്ടമായില്ല. ആ, അതിൽ ആകെ മയിൽ മാത്രമേ ഉള്ളൂ. അതെ, മയിലും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള കൊറ്റി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ആ, വേറെ അക്വാട്ടിക് പാർക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ പിരാന കണ്ടു. പിരാന ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പിരാന. ആ, അതുപോലെ തന്നെ നല്ല വലിയ ഷാർക്ക് ഉണ്ട്. ബാക്കിയുള്ള അത്യാവശ്യം സ്റ്റിംഗ്റേ അങ്ങനെ കുറേ ഫിഷുകളുണ്ട്. കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. എന്തായിരുന്നു? ഫസ്റ്റത്തെ ഈ പറഞ്ഞ പോലെ നമ്മള് സ്ഥിരം കാണുന്ന ബേർഡ്സ് ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ ഫിഷ് അക്വേറിയം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. കാരണം കാണാത്ത കുറേ വെറൈറ്റി ഫിഷസ് കണ്ടു, ഷാർക്കിനെ കണ്ടു, വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. മുതലായി. നെക്സ്റ്റ് പ്ലാൻ അറിയില്ല. ഇവിടുത്തെ ഇന്നത്തെ എക്സ്പീരിയൻസ് ബേർഡ് പാർക്കും അക്വാട്ടിക്കും? ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് കണ്ടു. ഫസ്റ്റ് ടൈമാണ് ഓരോന്ന് കാണുന്നത്. അപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. വലിയ വലിയ ഷാർക്കും പിന്നെന്തായിരുന്നു വലിയ അതുള്ള സാധനം എന്തായിരുന്നു, ആ സാധനങ്ങളൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. ബേർഡ് പാർക്കോ? ആ അത് നൈസായിരുന്നു. പക്ഷെ കൂടുതലും പീക്കോക്കായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വേറെ എന്തൊക്കെയോ കുറെ എക്സ്പെക്ട് ചെയ്തു. എന്നാലും നൈസായിരുന്നു. കഴിച്ചു നോക്കി അറിയാം നാലാൾക്ക്. അപ്പൊ പിന്നെ ആൾക്ക് കൊടുത്താൽ മലേഷ്യയിൽ വന്നിട്ടുള്ള തുർക്കിഷ് ഷവർമ എങ്ങനെയുണ്ട്? നമ്മൾ ഗൾഫിലൊക്കെ കഴിക്കണ പോലുണ്ടോ? അല്ലേ അനു? ഇപ്പൊ നന്നായിട്ടുണ്ടോ? അതെ. നമ്മളിപ്പോൾ ഉള്ളത് NU സെൻട്രൽ മാളിലാണുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലത്തെ കോസ്റ്റ്യൂം ഒക്കെ വന്നിട്ടുണ്ട് ഒരു വൈബില്. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് മാളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു. ബൈ നാളെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായ എൻ്റെ മലേഷ്യൻ ഫാൻസാണ്. അപ്പോൾ അതാണ്. ഇപ്പോൾ നാളെ നോമ്പാണ്. നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ വിചാരിച്ച് നാട്ടിൽ പോയി മാത്രമേ എല്ലാവരും നമ്മളിങ്ങനെ നോക്കുള്ളൂ. ഈ മലേഷ്യക്കാരും ശരിയല്ല, മലയാളീസ് ഉണ്ടല്ലോ ഇവിടെ, എല്ലാവരും നോക്കി പോകുന്നുണ്ട്. എല്ലാവരും നോക്കി തിരിച്ചു പോകുന്നുണ്ട്. കുറച്ചധികം ടെൻഷനായി പോയി. ബാറ്ററി എന്തെങ്കിലും മാറ്റാൻ ജിഷോക്കിന്റെ ഷോറൂമിൽ ഞാൻ ജിഷോക്ക് കൊണ്ടുവന്നതാ. നമുക്ക് കൊച്ചി പോയി മാറ്റാം. ഓക്കെ. അതിന്റെ ബാറ്ററി ഇത് രണ്ട് ഒരമ്മ വെച്ച മക്കളെ പോലെ ഉണ്ട്. 89 ജമ്പരം തുമ്പലും ഇഷ്ടമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി.
നമ്മൾ NU സെൻട്രൽ മാളിൽ നിന്ന് നമ്മൾ നേരെ പോയത് ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റൊക്കെ ആയിരുന്നു. അവിടെ കംപ്ലീറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഇന്ത്യൻ സ്റ്റോഴ്സുമാണ്. ലൈക്ക് ഡ്രസ്സിൻ്റെയും അതിൻ്റെയും എല്ലാം സ്റ്റോഴ്സാണ് അവിടെ ഉള്ളത്. ഫുൾ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളവിടെ നിന്ന് തലപ്പാക്കട്ടി ബിരിയാണിയാണ് കഴിച്ചത്. അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ നൈറ്റ് വ്യൂവിന് വേണ്ടിയിട്ട് KLCC ദ ട്വിൻ ടവറിലേക്ക് പോയി. അവിടെ അത്യാവശ്യം നല്ല വൈബ് ഉണ്ടായിരുന്നു. നോർമലി അവിടെ വൈറ്റ് ലൈറ്റ്സ് ആണ് വെക്കുക, പക്ഷേ ഇപ്പോൾ ചൈനീസ് ഹോളിഡേയ്സ്, ചൈന ന്യൂ ഇയറിൻ്റെ ഹോളിഡേയ്സ് നടക്കുന്നതുകൊണ്ട് അവർ ഒരു റെഡ് ഓറഞ്ച് പാറ്റേണിലുള്ളൊരു ലൈറ്റ് പിടിച്ചു. അത് അടിപൊളിയായിരുന്നു. അതിന് മുന്നിൽ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് നേരത്തെ വരികയാണ്. കാരണം നാളെ മുതൽ നോമ്പ് എടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് മലേഷ്യയിലാണ്. എന്തായാലും നമ്മുടെ നോമ്പുതറ എയർപോർട്ടിൽ വെച്ചായിരിക്കും. നാളെ ഈ സമയത്തൊക്കെ ഫ്ലൈറ്റിലായിരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ മലേഷ്യയുടെ നൈറ്റ് ലൈഫ് കഴിഞ്ഞു. എന്തായാലും നാളത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നാട്ടിലോട്ട് പോവാം.